യോ ഇന്ന് നമ്മളൊരു സ്റ്റോറിയാണ് പറയുന്നത്. സ്റ്റോറി എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ജസ്റ്റിസിനെ കുറിച്ച്, അതായത് നീതിയെക്കുറിച്ച്. നമ്മളുടെ സമയത്തിൻ്റെ ആരംഭം അല്ലെങ്കിൽ ഭൂമിയുടെ ആരംഭം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ശരിക്കും ഉണ്ടായിരുന്നത് ഡൈനോസറുകൾ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു, അല്ലേ? ഇങ്ങനെ നാടിക്കാലുള്ള ഡൈനോസറുകളാണെന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്നു എന്നല്ല, ഫോസിൽസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഡൈനോസറുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ഡൈനോസറുകൾ ഒത്തിരി ജീവികളെ ദ്രോഹിച്ചായിരുന്നു. അതായത് അതിന് ചുറ്റും വരുന്ന കുഞ്ഞു ആ കാലത്തുണ്ടായിരുന്ന ജീവികൾ എന്താണെന്ന്, കുഞ്ഞു ജീവികൾ എന്തായിരുന്നെന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അത് ഒരു എക്കോളജിസ്റ്റോ എന്തായാലും നമ്മളുടെ ഇപ്പോൾ കാണുന്ന ജീവികളുടെ മുത്തച്ഛന്മാർ ആയിട്ടുള്ള ജീവികളായിരിക്കുമല്ലോ അത്. ഇപ്പോൾ എലി ആയിരിക്കാം, എലിയുടെ വേറൊരു വേർഷൻ ആയിരിക്കാം. നമുക്ക് കണ്ടാൽ തന്നെ ആ കാലത്ത് മനസ്സിലാവണമെന്നില്ല. അതിനെല്ലാം ഇത് ഭക്ഷണമാക്കുകയും അതേപോലെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ജീവിച്ച് പോകുമ്പോൾ എന്ത് പറ്റി? ഒരു ഉൽക്ക വന്ന് വീണ്, ഒരു കോമറ്റ് വന്ന് വീണ് ഇതെല്ലാം നാശമായി പോകുന്നു, അല്ലേ? ഇതെല്ലാം കത്തി നാശമായി പോകുന്നു. പിന്നെ കടലിൽ നിന്നും, ആദ്യം ഇഴജന്തുക്കളായിരുന്നു, കടലിൽ നിന്നും കയറി വന്ന ഒരു ജീവി പരിണമിച്ചാണ് നമ്മളുണ്ടായെന്നാണ് പറയപ്പെടുന്നതല്ല, പ്രൂവ്ഡാണ്. അതിന് പ്രൂഫ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഡിനോസറുകൾ ഇപ്പോൾ എവിടെയാണെന്നറിയാമോ? ഡിനോസറുകളുടെ കുട്ടികൾ ഇപ്പോൾ എവിടെയാണെന്നറിയാമോ? ഡിനോസറുകളുടെ കുട്ടികൾ നമ്മളുടെ കോഴിക്കൂട്ടിലാണുള്ളത്. ചുമ്മാ പറഞ്ഞല്ല, നിങ്ങൾ ഡിനോസറുകളുടെ DNA അല്ലെങ്കിൽ അതിൻ്റെ ചിൽഡ്രൻസ് ആയിട്ടുള്ള DNA, നിങ്ങൾ ഒരു കോഴിയെയും, പ്രൂവണാണ് കേട്ടോ, എത്രത്തോളം പ്രൂവണാണെന്ന് എനിക്കറിയത്തില്ല, സംവാട്ട് പെർസെൻറ്റേജ് പ്രൂവൺ. അത് 80% ആകാം, 70% ആകാം, 60% ആകാം. എനിക്ക് അത്രയ്ക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയില്ലെങ്കിലും ഇന്ന് പഴയ കാലത്തെ ഡിനോസറുകളാണ് ഇന്ന് കോഴികളായി പരിണമിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ആ കോഴികളാണ് ഇന്ന് നമ്മളുടെ കോഴിക്കൂടിലുള്ളത്. കോഴി മുട്ടയിടും, ഡിനോസറും മുട്ടയിടും, അല്ലേ? സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് എന്ന് നിങ്ങൾക്ക് ആർട്ടിക്കിൾസൊക്കെ വായിക്കാൻ കിട്ടും. ഞാൻ അത് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല, കാരണം നെറ്റ് സ്ലോ ആണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഈ കോഴികളെല്ലാം മനുഷ്യൻ തിന്നുന്നു, അല്ലേ? ഉപദ്രവിക്കുന്നു. അന്നേരം നമ്മളിപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ വിചാരിക്കും ജസ്റ്റിസ് ഈസ് നോട്ട് സെർവ്ഡ്, അല്ലേ? പക്ഷേ ഇനിയും കാലങ്ങളുണ്ട്. AI വരുന്നുണ്ട്. AI എന്ന് പറയുന്നത്, നമ്മൾക്കിപ്പോൾ അറിയാവുന്ന AI എന്ന് പറയുന്ന ഒരു സെൻറ്റൻസിനെ മാറ്റുകയും അല്ലെങ്കിൽ പിക്ചർ തരികയും ഒക്കെ ചെയ്യുന്ന അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻസ് ആയിട്ടുള്ള AI ഉണ്ട്, അതായത് റോബോട്ട്സ്. ഈ റോബോട്ട്സിന് AI കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കൂട്ട് ചിന്തിക്കാനും, മനുഷ്യൻ്റെ കൂട്ട് പ്രവർത്തിക്കാനും, മനുഷ്യൻ്റെ കൂട്ട് തീരുമാനങ്ങൾ എടുക്കാനുമുള്ള കഴിവുണ്ടാകും ഒരു കാലം വരും. മെട്രിക്സിലെ ഒരു കഥ പറയുന്നുണ്ടല്ലോ, മെട്രിക്സ് സിനിമയിലൊരു കഥ പറയുന്നുണ്ട്. അതായത് ഭൂമിയിൽ AI കൂടിയപ്പോൾ അതിന് പ്രവർത്തിക്കാനുള്ള പവർ സോഴ്സ് ഇല്ലാതാകുന്നു. അല്ലേ? മെട്രിക്സിൻ്റെ കഥയാണ് വരുന്നത്.
പവർ സോഴ്സ് ഇല്ലാതാകുന്നു. സോ സൂര്യനായിരുന്നു ഏറ്റവും വലിയ പവർ സോഴ്സ്. പക്ഷേ മനുഷ്യനെ എ ഉപദ്രവിക്കുന്നതുകൊണ്ട് മനുഷ്യൻ തന്നെ സൂര്യനെ ബ്ലോക്ക് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ മെയിൻ സോഴ്സ് പോയപ്പോൾ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് മനുഷ്യനെ ബാറ്ററി ആക്കുക എന്നുള്ളത്. അതായത് മനുഷ്യൻ്റെ തലയിൽ ഇത്ര വാട്ട്സ് പ്രവർത്തിക്കാൻ തക്കതായിട്ടുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സംഭവത്തിനെ കണക്ട് ചെയ്ത് വലിയൊരു പവർ സോഴ്സ് ആക്കുക. മനുഷ്യന്മാരെ എല്ലാം കണക്ട് ചെയ്ത് അങ്ങനെ വലിയൊരു പവർ സോഴ്സ് ഉപയോഗിച്ച് AI പ്രവർത്തിക്കുക. അതാണ് മെട്രിക്സിൻ്റെ കഥ. സോ അന്നേരം ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്ന ആരാണ്? മനുഷ്യനാണല്ലേ. ഒരു നാൾ മനുഷ്യനെയും ഇങ്ങനെ മൃഗങ്ങളെ ട്രീറ്റ് ചെയ്തതിൻ്റെ കൂട്ട് മനുഷ്യനെയും ട്രീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് കർമ്മം എന്ന് പറയുന്നത്. താൻ ചെയ്യുന്ന ക്രിയകൾ താൻ അനുഭവിച്ചിടും എന്ന് പറയുന്നില്ലേ. സോ ഇത് പോയറ്റിക് ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു വീഡിയോ. സോ ഇതൊരു സ്റ്റോറിയാണ്, വേണമെങ്കിൽ ഒരു സിനിമാ കഥയാക്കാനുള്ള കഥയുണ്ട്. സോ ഡിനോസറുകൾ മറ്റ് ജീവികളെ ആക്രമിച്ചു, അതിനെ പിടിച്ച് തിന്നു. അത് കുറേ കാലങ്ങൾ കഴിഞ്ഞ് അത് കോഴിയായി പരിണമിക്കുകയും അതിനെ മനുഷ്യൻ തിന്നുകയും ചെയ്യുന്നു. ഇനിയും കുറേ കാലം കഴിയുമ്പോൾ റോബോട്ട്സ് ഉണ്ടാകും. റോബോട്ട്സിന് ഇതില്ല, ഇമോഷൻസ് ഇല്ല. അതുകൊണ്ട് റോബോട്ട്സിനെ ഉപദ്രവിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കൂട്ട് ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരു പക്ഷേ റോബോട്ടിനെ ഉപദ്രവിക്കുന്നൊരു കാലഘട്ടം വരുമായിരിക്കും. ഓക്കെ, സോ വിവരം ഇതെല്ലാം കർമ്മമാണ്. ദ ലോ ഓഫ് കർമ്മ. സോ ഇതെങ്കിലും വിചാരിച്ച് നമുക്കൊരു വീഗനായിക്കൂടെ? അതാണ് സിനിമയുടെ അവസാനത്തെ ടൈറ്റിൽ കാർഡ്. ബി വീഗൻ because karma is waiting for its justice. അതെ, ഈ ഒരു പ്രപഞ്ചത്തിനൊരു നീതിയുണ്ട്. കാവ്യനീതി. Every reaction has an opposite. Reaction. സോ എല്ലാ കാര്യങ്ങൾക്കും അത് ചെയ്യുന്നതിലൂടെ വേറൊരു കോസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സോ ഇതാണ് എൻ്റെ സിനിമ. ആർക്കെങ്കിലും സിനിമയാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറയുക, നമുക്കിത് സിനിമയാക്കണം. ഓക്കെ, സോ നേരം ബൈ.